ഈ വീഡിയോയിൽ നമുക്ക് ബ്ലെൻഡർ ഉപയോഗിച്ചിട്ട് കുറച്ച് പ്രാക്ടിക്കൽ പ്രോപ്പർട്ടി നോക്കാം. ഇത് നമുക്ക് ബ്ലെൻഡറിൽ തന്നെ ഇൻബിൽഡ് ആയിട്ടുള്ള കുറച്ച് പ്രോപ്പർട്ടികളാണ്. ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് റൈൻ അങ്ങനെ എന്തെങ്കിലും ചെറുതായിട്ട് പാർട്ടികളിൽ ഓരോന്നും നമുക്ക് ആഡ് ചെയ്യാം. ഇത് നമുക്ക് സിമ്പിളായിട്ട് ക്രിയേറ്റ് ചെയ്യാവുന്നേ. അതിന് നമുക്ക് നേരെ ഇത് നമുക്ക് ഡിലീറ്റ് സേവ് ചെയ്യാം. ന്യൂ കൺട്രോൾ എസ്. ഓക്കെ, ന്യൂ എടുക്കാം. ഇപ്പം ഞാൻ ഒരു ക്യൂബിൽ നമുക്ക് ചെയ്ത് കാണിച്ചു തരാം. ഇത് നമുക്ക് ക്യൂബ് സെലക്ട് ചെയ്തിട്ട് നേരെ പാർട്ടിക്കൽ പ്രോപ്പർട്ടിയിൽ പോകാം. പാർട്ടിക്കൽ പ്രോപ്പർട്ടിയിൽ അവിടെ പ്ലസ് സിമ്പിൾ ഉണ്ടാവും. അത് ക്ലിക്ക് കൊടുത്തിട്ട് നമുക്ക് ആദ്യം നമ്പേഴ്സ് എത്ര വേണ്ട പറഞ്ഞാൽ നമുക്ക് എത്ര ക്വാണ്ടിറ്റി വേണ്ട പറഞ്ഞാൽ അത് നമുക്ക് അടിക്കാം. ഇപ്പം ഞാനൊരു 20,000 കൊടുക്കുന്നുണ്ട്. സീഡ് അത് ഏത് ഭാഗത്തേക്ക് കൂടെയൊക്കെ എത്ര ഭാഗത്തേക്ക് കൂടെ പോകണമെന്നുണ്ട് അത് കൂട്ടി കൊടുക്കാം. എന്നിട്ട് നമുക്ക് സോഴ്സ് നമുക്ക് ഏത് ഇതിൽ ഫേസിലാണോ എന്തിലാണോ വെർട്ടിക്കലിലാണോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവും. നമുക്ക് ഏത് വേണമെങ്കിലും കൊടുക്കാം. നമുക്ക് വെറുതെ നമുക്ക് പല ഉപയോഗങ്ങളുണ്ടാവും. അത് നോക്കിയിട്ട് നമുക്ക് ഉപയോഗത്തിനനുസരിച്ചിട്ട് ഓരോ അനിമേഷനൊക്കെ ചെയ്യുമ്പോൾ അത് എങ്ങനെയൊക്കെ ഇങ്ങനെ വരും. നമുക്ക് ലിക്വിഡ് എഫക്റ്റ് ഒക്കെ നമുക്ക് ഇപ്പോൾ ഏതെങ്കിലും നമ്മൾ ബിൽഡിംഗ് ഒക്കെ ചെയ്യുമ്പോൾ അങ്ങനെ അത് നോക്കാനും അതിനൊക്കെ ഉപയോഗിക്കാം. ഇപ്പോൾ നമുക്കിപ്പോൾ വെർട്ടിക്കലിൽ കൊടുത്തിരിക്കുന്ന ഫേസ് കൊടുക്കുമ്പോൾ ഫേസിലൂടെ മൊത്തത്തിലൊഴുകും. കണ്ടോ? ഇനി നമുക്ക് വോളിയമാണ് കൊടുത്തു പറഞ്ഞാൽ മൊത്തത്തിൽ വോള് കണ്ട മൊത്തം വോളിയത്തിലൂടെ അങ്ങനെ വരും. നമുക്കിതിൽ നമ്പറും മാറ്റാം. നമ്പേഴ്സ് നമുക്ക് മാറ്റാം. 50,000 ആക്കി കഴിഞ്ഞാൽ ഉണ്ടോ? പല രീതിയിൽ നമുക്കിതിനെ എഡിറ്റ് ചെയ്യാം. നമ്മുടെ സിസ്റ്റത്തിന്റെ കപ്പാസിറ്റി അനുസരിച്ച് പലതും മാറ്റാം. അങ്ങനെയാണ് പ്രാക്ടിക്കൽ പ്രോപ്പർട്ടിക്ക് ആഡ് ചെയ്യാം. താങ്ക് യു.